2025 ജനുവരി 20-ന് അധികാരമേറ്റാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ നീക്കം ഇതുതന്നെയായിരിക്കും. ഇതിന്റെ മുന്നോടിയായി ഏകദേശം 15 ലക്ഷം പേരടങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കുകയാണ് ഇപ്പോൾ പ്രധാനമായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ പട്ടികയിൽ ഏകദേശം 18,000-ഓളം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകളും. പ്യൂർ റിസർച്ച് സെന്ററിൽ നിന്നുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി മെക്സിക്കോയ്ക്കും എൽ സാൽവഡോറിനും ശേഷം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് പ്രധാനമായും ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 7,25,000 അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. നിലവിലെ പട്ടിക പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബറിൽ അനധികൃതമായി രാജ്യത്ത് തങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരെ അമേരിക്ക പ്രത്യേക വിമാനത്തിൽ നാടുകടത്തുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 22-ന് ഇന്ത്യയിലേക്ക് അയച്ച ആ വിമാനം ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയാണ് പ്രധാനമായി സംഘടിപ്പിച്ചിരുന്നതെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം ഉൾപ്പെടുന്നത് ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതിനാൽ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ അയച്ചേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ പൗരരെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICA വെളിപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളായി ശരാശരി 90,000 ഇന്ത്യക്കാർ അമേരിക്കൻ അതിർത്തിയിൽ അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതിന് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICA ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മടങ്ങിയെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ് നടത്തിയിരിക്കുന്നത്. 15 രാജ്യങ്ങളാണ് പ്രധാനമായും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ട്രംപിന്റെ ഈ നീക്കം മറ്റ് ലോകരാജ്യങ്ങളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ ഈ നീക്കം എന്തായാലും അമേരിക്കയിൽ താമസമാക്കിയ ഇന്ത്യൻ ജനതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ അമേരിക്ക, ഇന്ത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയാകുമെന്നതിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. ഈ നടപടികൾ മറ്റ് ലോകരാജ്യങ്ങളും അതുപോലെ ഇന്ത്യയും എങ്ങനെ നോക്കിക്കാണുമെന്ന് കണ്ടറിയാം.